ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് ആകാമെന്ന് വിചാരിച്ചിട്ട് തൃശ്ശൂർ സ്റ്റൈൽ യൂണിയനിൽ പോയി കേട്ടോ. ഓക്കെയാണ്, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കെന്തോ ഒന്നും എടുക്കാൻ തോന്നിയില്ല. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് നോക്കി വെച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് റൂമിലോട്ടാണ്. റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ പോയി ഫ്രഷ് ആയിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു. തൃശ്ശൂർ വന്നാൽ എനിക്ക് വടക്കുന്നാഥിൽ പോകണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി സാരി കൊടുത്തിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി കേട്ടോ. ഇത് നമ്മുടെ സമൃദ്ധയുടെ സാരിയാണ്. അപ്പോൾ നമ്മുടെ പേജ് നോക്കിയാൽ ഈ കളക്ഷൻസ് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ ദർശനത്തിനായിട്ട് അമ്പലത്തിലോട്ട് കയറാനായപ്പോൾ ഒന്ന് രണ്ട് പേര് ഫോട്ടോ എടുക്കാനായിട്ട് ഓടി വന്നു. അങ്ങനെ അവരുടെ കൂടെ ഫോട്ടോസും എടുത്തിട്ട് നേരെ ദർശനത്തിന് പോയി. ദർശനം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഒരു അടിപൊളി നല്ലൊരു മൈൻഡായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് എനിക്ക് തൊഴാൻ പറ്റി. പിന്നെ അകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതെല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അവിടുന്ന് നേരെ വിശപ്പിന് വെളി വന്നപ്പോഴത്തേക്കും തൃശ്ശൂർ റൗണ്ടിലാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയത്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ റൂമിലോട്ട് പോയി. ഇവിടുത്തെയും ഭക്ഷണം നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ, എടുത്ത് പറയണം. കാരണം ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോഴും തൃശ്ശൂർ റൗണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ കയറിയത്. പിന്നെ ഒരു ചെറിയ ഷേക്കൊക്കെ വാങ്ങിച്ച് ഓർഡർ ചെയ്തിട്ട് നേരെ റൂമിലോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയാം. പിന്നെ ഡെൻ്റലിൻ്റെ കാര്യം, എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഫസ്റ്റ് ഇട്ട് ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിരിക്കാം കേട്ടോ. ടാറ്റാ.